ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രീകുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പം ന്യൂസിലാൻഡിലെ പപ്പട്ടോ സെൻട്രൽ സ്കൂൾ എങ്ങനെയാണെന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഗായ്സ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ സ്കൂളിലോട്ട് പോകുന്ന ഫസ്റ്റ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റൈറ്റിലോട്ട് നടക്കണം. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ, ഏതാണ്ട് ഒരു 800 മീറ്ററേ വരുള്ളൂ. ഇപ്പം അതെ ഇവിടെ പുല്ല് ചെത്തുന്നു, അതിൻ്റെ ശബ്ദമാണ് കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇതാണ് കേട്ടോ രാവിലെ, നിങ്ങൾ രാവിലെ കണ്ടിട്ടില്ല ന്യൂസിലാൻഡ്, ഇതാണ് രാവിലത്തെ ദൃശ്യം. ഞാൻ എന്തായാലും കൊച്ചിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ടേ ഈ പപ്പട്ടോട്ടോ ടൗൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇതൊക്കെ പബ്ലിക് ഇതാണ് കേട്ടോ, ഗ്രൗണ്ടാണ്. ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ. ഇത് ക്ലീനാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഇന്ത്യയിലേക്ക് വരണം, എന്ത് രസമായിരിക്കും കാണാമെന്ന് പറയും. ഇതേപോലെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഒരു ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും അവിടെ ഒരു പാർക്കോ ഗ്രൗണ്ടൊക്കെ കാണും, കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട്. അതെല്ലാം ഗവൺമെൻറ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഇത് പപ്പട്ടോ സെൻട്രൽ സ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടാണ്. ഇവിടുത്തെ സ്പോർട്സും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കേട്ടോ. ചില സമയങ്ങളിൽ ഇവിടെ കുട്ടികൾ കളിക്കാനൊക്കെ വരാറുണ്ട്. കളിക്കാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഉണ്ട്, ഈ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ ടൂർണമെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു 200 മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളെത്തി. അപ്പം ഞാൻ സ്കൂളിൻ്റെ വാതിലിലെത്തുമ്പോൾ കാണിച്ചു തരാം. ഇത് സ്കൂളാണ് കേട്ടോ. ഇത് സ്കൂളിലെ എൻട്രൻസ് അല്ല, ജസ്റ്റ് സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ആ സിഗ്നലിൻ്റെ അവിടെയാണ് സ്കൂള്. ഇപ്പം ഇച്ചിരി ഞാൻ ഇറങ്ങി വെച്ച് നേരത്തെ പോയി. സാധാരണ ഇവിടെ ഞാൻ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:50 ആകുമ്പോഴേ ഇവർ ഗേറ്റ് തുറക്കുകയുള്ളൂ. അതുവരെ പാരൻസ് പുറത്തായിരിക്കും. പിന്നെ ഈ ഫ്രൈഡേ ദിവസങ്ങളിൽ അവർ നേരത്തെ കയറ്റുന്നുണ്ട്. ഫ്രൈഡേ ദിവസമൊക്കെ ഇവിടെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുട്ടികളുടെ അസംബ്ലിയും കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഓരോ ഇയർ ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഞാൻ മാത്രമേ നേരത്തെ വന്നിട്ടുള്ളൂ. ഞാൻ ഇറങ്ങിയ നേരത്തെ. ഇപ്പോൾ സാധാരണ 2:20 ഇറങ്ങുമ്പം ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കും. ഇന്ന് ഞാൻ നേരത്തെയാണ്, കുഴപ്പമില്ല, എന്നിട്ട് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. ആ കാണുന്നതാണ് മെയിൻ റിസപ്ഷൻ. അത് നമ്മൾ ജസ്റ്റ് കയറുന്നു, അവിടെ നിന്ന് ഈ ഭാഗത്തോട്ട് കയറി നടക്കുന്നു. ശ്രീകുട്ടി സ്കൂളൊക്കെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ ടോട്ടലി എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ, അതായത് 4th ഇയർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈസ്കൂളിന് വേറെ സ്കൂളിലോട്ടാണ് പോകുന്നത്. ഇതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്നു. ഞാനിപ്പോൾ സ്കൂളിൻ്റെ അകത്തോട്ട് കയറുകയാണ്. പപ്പട്ടോട്ടോ സെൻട്രൽ സ്കൂളിലോട്ട് കയറുകയാണ്. ഇതാണ് കേട്ടോ സ്കൂള്. ഈ കാണുന്നൊക്കെയാണ് സ്കൂള്. കുട്ടികൾക്ക് കളിക്കാനുള്ളത് കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ. കുട്ടികളൊക്കെ ഇവിടെ ഇടയ്ക്കല്ല മിക്ക സമയത്തും കുട്ടികൾ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ട് കേട്ടോ. കുട്ടികളുടെ ഗ്രൗണ്ട്. പിന്നെ തൊട്ടപ്പുറത്തൊരു വലിയ ഗ്രൗണ്ടുണ്ട്, അത് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചല്ലോ. അവിടെ ഇങ്ങനെ പുല്ല് ചെത്തിക്കുന്നു കണ്ടില്ലേ. ഇതാട്ടോ പപ്പട്ടോ സെൻട്രൽ സ്കൂളിൻ്റെ ഉൾഭാഗം. നല്ല സ്കൂളാട്ടോ. ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഇന്ത്യക്കാരാട്ടോ ഇവിടെ ഫോറിനേഴ്സും ഐലൻഡേഴ്സും വളരെ ചുരുക്കമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ സ്കൂളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇന്ത്യൻ സ്കൂളിൽ പോകുന്ന പോലെ. ചെറിയ സ്കൂളാണ്, പക്ഷേ നല്ല സ്കൂളാണ്. എനിക്ക് എന്താ അതിനെപ്പറ്റി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സ്കൂളിൽ. ഇപ്പം ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതാ കേട്ടോ സ്കൂള്. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തെല്ലാം ഞാൻ തന്നെയാണ് ശ്രീകുട്ടിയെ വിളിക്കാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മളെ നാട്ടിൽ വന്ന് നിൽക്കുന്ന പോലെയാട്ടോ ഇവിടുത്തെ കുട്ടികളും എല്ലാവരും. നമ്മളെ നാട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ പോലെയാണ്. ഇതാണ് പപ്പട്ടോ സെൻട്രൽ സ്കൂളിൻ്റെ ഉൾഭാഗം.
പിന്നെ വേറെ എന്തോ പറയാനുള്ളത്. ഇനി നമ്മളിനി ശ്രീകുട്ടിയുടെ ക്ലാസ്സിലോട്ട് പോവുകയാണ് കേട്ടോ. ശ്രീകുട്ടിയുടെ ക്ലാസ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ശ്രീകുട്ടിയുടെ കളിക്കുന്ന സ്ഥലം. ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ് ഓടി വരണത്. എന്നിട്ട് ഇതിൽ മങ്കി തൂങ്ങണം. അതാണ് അവളുടെ മെയിൻ ഇഷ്ടമായിട്ടുള്ളൊരു കളി. കുറച്ച് കൂട്ടുകാരികളുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ മങ്കി തൂങ്ങി അങ്ങോട്ട് തൂങ്ങുന്നു ഇങ്ങോട്ട് തൂങ്ങുന്നു. അങ്ങനെ 2 കൈയും ശ്രീകുട്ടിയുടെ കൂട്ടുകാർ ഇതാ വരുന്നു. എന്നിട്ട് കൈ മൊത്തം തഴമ്പിക്കും. കൈ മൊത്തം തഴമ്പിക്കും ചെയ്യരുതെന്ന് പറഞ്ഞാലും അവൾ വീണ്ടും ചെയ്ത കുട്ടികളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ ക്ലാസ്സിൻ്റെ അകത്ത്. ഡെസ്കും ബെഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ കുട്ടികൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ കുട്ടികളെ അവളെ വിളിക്കാൻ വരുമ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. ബെല്ലടിക്കുമ്പോൾ പിള്ളേർ ഇറങ്ങി വരും. എന്നിട്ട് ഇവരെ ഇവിടെ വരിവരിയായിട്ട് ചില സമയത്ത് വരിവരിയായിട്ട് ഇരുത്തും, ചില സമയത്ത് പിള്ളേരുടെ രീതിയിൽ ഇരിക്കും. എന്നിട്ട് വിളിച്ചുകൊണ്ട് വരും. ഇതാണ് പാപ്പട്ട സെൻട്രൽ സ്കൂളിൻ്റെ ഉൾഭാഗം. നല്ല രസം, നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കണ്ടോ ഇവിടെ കുട്ടികളിങ്ങനെ ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളാണ് ഇന്നത്തെ ദിവസത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ അവിടെ കയറി വന്ന ഒരു സിഗ്നൽ കണ്ടില്ലേ, ആ സിഗ്നലിൽ അവിടെ കുട്ടികൾ നിൽക്കും. എന്നിട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും വലിയവരെല്ലാവരും കൂടെ ഒരു ക്രൗഡ് വരുമ്പോൾ ഇവരത് ട്രാഫിക് മാനേജ് ചെയ്തിട്ട് ഈ സാധനം കാണിച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടും. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ശ്രീകുട്ടിയുടെ ബെല്ലടിക്കാറായി. അപ്പോൾ ഇനി ശ്രീകുട്ടിയും പിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ശ്രീകുട്ടി വരും. ശ്രീകുട്ടി വരാനുള്ള സമയമായിട്ടുണ്ട്. സെക്കൻഡായിട്ട് വന്നിട്ടുണ്ട്. ശ്രീകുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. അതാണ്ട് ശ്രീകുട്ടി നടന്നു പോകണ കാണാം. കൊണ്ടുപോയിക്കോ. അതാണ് കേട്ടോ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലേ കുട്ടികൾ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുമെന്ന്. ഇതാ കേട്ടോ, അവരെ നിയന്ത്രിക്കാൻ ഒരു ടീം കുട്ടികൾ നിൽക്കുന്നുണ്ടോ. ഈ കുട്ടികൾ കൈ കാണിക്കുന്നു, ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇവർ നിർത്തുന്നു, പോകുന്നു. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ശ്രീകുട്ടിയെ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.